സിമ്പിളായിട്ട് ഒരു പാക്ക് അപ്ലൈ ചെയ്താൽ മതി. എന്നാൽ നമ്മുടെ റിസൾട്ട് ഫേഷ്യലിൻ്റെ അത്രയും അടിപൊളിയായിരിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നാൽ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേഷ്യൽ ചെയ്ത് അതേ റിസൾട്ട് തരുന്ന ഒരു സിമ്പിൾ ഫേസ് പാക്കാണ്. അപ്പോൾ ഇതിൽ മസാജ് വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ടും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനും കണ്ടു നോക്കണം. ഇത് നമുക്ക് ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഓരോ സ്കിൻ ടൈപ്പിനും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടാലേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുള്ളൂ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. നല്ല അടിപൊളി റിസൾട്ട് തരുന്ന ഇൻസ്റ്റൻറ്റ് ഫെയർനെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്കാണ്. സോ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കണം. അല്ലാതെ ലൂസായിട്ടുള്ള തരിതരിപ്പുള്ള കോഫി പൗഡർ ആണെങ്കിൽ സ്കിന്നിന് അത് ഡാമേജ് ആക്കും. അതുകൊണ്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതൊരു നെസ്കഫേയുടെ കോഫി പൗഡറാണ്. ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ബ്രൂവിൻ്റെയൊക്കെ കിട്ടത്തില്ലേ, അതെടുത്താൽ മതി. ഇഷ്ടമുള്ളത് എടുക്കുക. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് കംപ്ലീറ്റ് ആയിട്ടും പെട്ടെന്ന് അലിഞ്ഞ് കിട്ടണം, അത്രയേ ഉള്ളൂ. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഇൻഗ്രീഡിയൻറ്റ്, സ്കിന്നിനെ വളരെയധികം നറിഷ് ചെയ്യാനായിട്ടും മോയ്സ്ചറൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന പാലാണ്. പാല് ഞാനിവിടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് ഈ കോഫി പൗഡർ നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്, സാധാരണ പാക്ക് ചെയ്യുന്നതിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഈ കോഫി പൗഡർ ആദ്യം തന്നെ നന്നായിട്ട് അലിയിച്ചെടുക്കുക. അലിയിച്ചെടുത്തിട്ട് ഈ പാലിൽ തന്നെ അലിയിച്ചെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിലൊന്ന് അലിയിച്ചെടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അലോവേര ജെല്ലാണ്. നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ കിട്ടുന്ന അലോവേര ജെല്ലുണ്ടല്ലോ, കറ്റാർവാഴയുടെ നീര്, അത് ചേർക്കാം. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് പാക്കറ്റിൽ വാങ്ങുന്നത് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാനിവിടെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ, ധാത്രിയുടെ അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഇതെനിക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ള അലോവേര ജെല്ലായിട്ട് തോന്നി. നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വാവിൻ്റെ അലോവേര ജെല്ല് നല്ലതാണ്, ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. ഇതും വളരെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. സോ നമുക്കിത് ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ല കുറച്ച് മതിയെങ്കിൽ അത് മതി. പിന്നെ പാല് നിങ്ങൾക്ക് സെറ്റ് ആവത്തില്ല, പാല് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ കോഫി പൗഡർ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു അലോവേര നീരിൽ, കറ്റാർവാഴയുടെ നീരുണ്ടല്ലോ, അതിൽ മിക്സ് ചെയ്യുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. അത് നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പാല് സെറ്റ് ആവാത്തവരാണെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. സോ നിങ്ങൾ പാല് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്തിട്ട് കോഫി പൗഡർ എടുത്തിട്ട് ഈ ഒരു അലോവേര ജെല്ലിൽ മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് തേൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഡാബറിൻ്റെ ഹണിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് തേൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. നാച്ചുറലായിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള തേൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അതാണല്ലോ ഇത് ബെസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ എനിക്ക് അതൊന്നും ഇവിടെ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതാണോ കയ്യിൽ അവൈലബിൾ ആയിട്ട് നമ്മുടെ സ്കിന്നിന് ഓക്കെ ആയിട്ടുള്ളത് അത് നമുക്ക് ചൂസ് ചെയ്യാം. ഞാനിവിടെ തേൻ ഇതിലോട്ട് നമ്മുടെ മിക്സ്ചറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കോഫിയുടെ മിക്സ്ചറിലോട്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കണം. ഈ ഒരു 3 ഇൻഗ്രീഡിയൻസാണ് ഫസ്റ്റ് ചേർക്കുന്നത്. ഇവിടെ കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മളിതിനെ കട്ടിയാക്കാനായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമ്മളിത് എങ്ങനെയാണോ നമ്മുടെ ഫേസ് പാക്ക് ആയി വരുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് എല്ലാ സാധനങ്ങളും കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക. ഇപ്പോൾ ചേർത്ത് കൊടുത്ത അത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇത് ഇങ്ങനെ തന്നെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അലോവേര ജെല്ലിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി അലോവേര ജെല്ലെടുക്കുക. പാല് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നില്ലെന്നാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു സംഭവം വെച്ച് നമ്മുടെ സ്കിന്നിന് മസാജ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം പോലെ ഉണ്ടാവും. എന്നാൽ ഓൾറെഡി അലോവേര ജെല്ലും പാലും ഒക്കെ ഉള്ളതുകൊണ്ട് തേനും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് സ്കിന്നിൽ മസാജ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. സോ ഒരു ഫേഷ്യലിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മസാജോട് കൂടി വേണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിന്നൊരു 2 സ്പൂൺ എടുത്ത് മാറ്റിയിട്ട് ഒന്ന് മസാജ് ചെയ്യുക. മസാജ് ചെയ്തതിന് ശേഷം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാലും കുഴപ്പമില്ല കേട്ടോ. മസാജ് ചെയ്തിട്ട് ബാക്കി വരുന്ന നമ്മുടെ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, അതിലോട്ട് ഇതുപോലെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി സ്കിൻ ബ്രൈറ്റൻ അപ്പ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും റിങ്കിൾസ്, ഏജിങ് സൈൻസ് ഉണ്ടല്ലോ, ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സോ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പാടായിരിക്കും. അതുകൊണ്ടാണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ആക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള കൺസിസ്റ്റൻസി
കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നന്നായിട്ട് മിക്സാക്കുക, ഇടയിൽ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അത് മാത്രമേ നമ്മുടെ പണിയായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മസാജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്തു വെച്ചിരുന്നില്ലേ അരിപ്പൊടി ചേർക്കുന്നതിന് മുന്നേ ഉള്ള സൊല്യൂഷൻ, അതിന്ന് 1-2 സ്പൂൺ എടുത്തിട്ട് ഫേസ് ഫുള്ളായിട്ട് ഒന്ന് മസാജ് കൊടുക്കാം. നന്നായിട്ട് സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യാനും മസാജ് ചെയ്യുമ്പോൾ നല്ലൊരു ബാരിയർ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ സ്കിന്നിൽ. കോഫി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഗ്ലോയും ബ്രൈറ്റ്നസ്സും ഇൻസ്റ്റൻ്റായിട്ട് ഒറ്റ യൂസിൽ തന്നെ കിട്ടുകയും ചെയ്യും. സോ ഈ ഒരു പാക്ക് കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ ഒരു പാക്കിൻ്റെ ബാറ്റർ കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മസാജ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മസാജ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കിന്ന് കുറച്ചൊന്ന് വെറ്റായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ പാക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പാക്കും ഡ്രൈ ആയി പോകും. അതുപോലെ നമുക്ക് കൂടുതൽ സമയം വെച്ചിരിക്കാനും പറ്റില്ല, സ്കിന്നിന് അത്രയ്ക്ക് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് അപ്ലൈ ചെയ്യാനും കഴിയില്ല. ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. തുടക്കക്കാരൊക്കെയാണ്, പുതിയതായിട്ടാണ് ചെയ്യുന്നതെങ്കിലോ ഇതുവരെയും ചെയ്തിട്ടൊന്നും പരിചയമില്ലാത്തവർക്ക് ഇതൊക്കെ വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫേസിൽ മുഴുവനായിട്ടും ഈ ഒരു നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 ദിവസം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ സ്കിൻ കെയറിൽ ഇത്രയും അടിപൊളി ഒരു ഫേസ് പാക്ക് നിങ്ങൾക്കിനി വേറെ ചെയ്യാനില്ല. അത്രമാത്രം ടോട്ടലി പാക്ഡ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇത്. നമ്മൾ ഫേസിൽ മുഴുവനും അപ്ലൈ ചെയ്ത് കൊടുക്കുക, കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് മുഖത്തും കഴുത്തിലും കയ്യിലും കാലിലും ഒക്കെ ഇത് നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് കുളിക്കാം. ഒരു 10-15 മിനിറ്റ് ഇട്ടിട്ട് കുളിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മുഖത്ത് കയ്യിൽ കാലിലൊക്കെ സെപ്പറേറ്റ് ഇടുന്നതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളതെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെയായാലും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആഴ്ചയിൽ ഒരു 2 ദിവസം തുടർച്ചയായിട്ട് 1 മാസം നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ആദ്യ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടും. ബട്ട് നിങ്ങൾ നിർത്തരുത്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. ആഴ്ചയിൽ 2 ദിവസം വെച്ച് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തോണ്ടേയിരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങളുടെ ആ ഒരു ഗ്ലോ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റുള്ളൂ. ആൻറ്റി ഏജിങ് സ്കിൻ കിട്ടുള്ളൂ. കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ആകുള്ളൂ. ഇനി ഇത് കംപ്ലീറ്റ്ലി വാഷ് ചെയ്ത് കളയുക. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്താൽ മതി. അപ്പോഴേക്കും നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. ചെറുതായിട്ട് വെള്ളം തളിച്ച് ചെറിയൊരു സ്ക്രബ് കൊടുത്ത് വാഷ് ചെയ്താൽ മതി. ആഴ്ചയിൽ 1-2 ദിവസം മാത്രം സ്ക്രബ് ചെയ്താൽ മതി. അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക, എപ്പോഴും സ്ക്രബ് ചെയ്യാനായിട്ട് പാടില്ല. അതിനുശേഷം നമ്മൾ ഡോട്ട് & കിഡ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഡ്രൈ സ്കിന്നിനും കോമ്പിനേഷൻ സ്കിന്നിനും ബാരിയറൊക്കെ നന്നായിട്ട് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു അടിപൊളി മോയ്സ്ചറൈസറാണ്. സെറാമൈഡും ഹൈലറോണിക് ആസിഡും അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്കും ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനൊക്കെ വായിച്ച് നോക്കിയിട്ട് ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും. ആവശ്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അതങ്ങ് ലീവ് ചെയ്തേക്കുക. ഇപ്പോൾ ഇത്രയാണ് നമ്മളുടെ പ്രോസസ്സ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ? ആദ്യം മസാജ് ചെയ്യുക, പിന്നെ പാക്കിട്ട് കൊടുക്കുക, മോയ്സ്ചറൈസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എല്ലാത്തിനും മുന്നേ ആയിട്ട് നമ്മൾ ഫേസ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തേക്കണം. അത്രയേ ഉള്ളൂടാ, സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ആഴ്ചയിൽ 2 ദിവസം മാത്രമല്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പാടുകളും റിങ്കിൾസും വെയിലേറ്റ് കരിവാളിപ്പും എല്ലാം മാറ്റാനായിട്ട് ഈ ഒരൊറ്റ പാക്ക് മതി. എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.